ഹലോ, എല്ലാവർക്കും എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇവന്മാരുടെ വീഡിയോ എടുത്തിട്ട് 9 പേരെ ഇവിടെ എത്തിയിട്ടുള്ളൂ. എൻ്റെ 11 പേരുണ്ട്. അത് തത്തൂട്ടിയാണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്, മാലയിട്ടവൾ. അവളുടെ മക്കളാണ് ഈ 10 പേരും. ഇപ്പോൾ ഉള്ളതിൽ 9 ആണും ഒരു പെങ്കൊച്ചുമാണ് ഉള്ളത്. നോക്കി അങ്ങറ്റത്ത് ഒരാളുടെ തലയിൽ കൈയെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്, കഴിക്കാൻ സമ്മതിക്കാത്ത. അതാണ് ആ പെങ്കൊച്ച്, സ്നോ ഗേള്. ബാക്കി എല്ലാവരും ബോയ്സാണ്. 2 പേരും കൂടെ ഉണ്ട്, അവരെ കണ്ടില്ല. ഇന്നലെ രാവിലെ അവർ വന്നായിരുന്നേ. ഇന്നിപ്പം അവർ വരുമ്പോൾ ഈ ചോറിപ്പോൾ തീരും, ഞാൻ വേറെ കൊടുക്കും, കാറ്റ് ഫുഡ് കൊടുക്കും. കണ്ട ലിയോ പോൾ പോണവന് മതിയായി. ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നത്. ഏറ്റവും മൂത്തത് കണ്ട് ഇവനാണ്. കണ്ട് വാലാട്ടുന്നില്ലേ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അവൻ്റെ ഒരു കുതിരയെന്നാണ്. തൊട്ടടുത്തിരിക്കുന്നത് മിക്കിയാണ്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ സ്ക്വിൻ്റ് വാവ ഇരിക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്ത് അമ്മ, അതിൻ്റെ അപ്പുറത്ത് ജൂൺ. പിന്നെ ബാക്കി 3 പേരിരിക്കുന്നത്, ഒരാൾ ബ്രൗണി, ഒരാൾ സുഹ, ഒരാൾ സ്നോ പെണ്ണ്. ആ വെള്ളയും കറുപ്പും കൂടെ ഉള്ളതാണ് സ്നോ പെണ്ണ്, ഒറ്റ പെണ്ണ്. ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തത്തമ്മ 5 പ്രാവശ്യം പ്രസവിച്ച്. 5 പ്രസവത്തിലും കൂടെ 16 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 2 ആണുങ്ങൾ, അതായത് ഈ കുതിരയും വാവയും ആണ് ഏറ്റവും മൂത്ത കുട്ടികൾ. ആദ്യത്തെ പ്രസവത്തിൽ 4. അതിൽ 2 പേര്, ഒരാൾ കടുവയും ഒരാൾ സ്വീറ്റിയായിരുന്നു. സ്വീറ്റി ഒരു ദിവസം കാണാനില്ല. 4-5 മാസം കഴിഞ്ഞപ്പം കടുവയും കണ്ടില്ല. അവരൊക്കെ എവിടെയെങ്കിലും പോയതാണോ അതോ പട്ടി പിടിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിഷമമാണ്. പട്ടി പിടിക്കേണ്ട, എവിടെയെങ്കിലും പോയെങ്കിൽ കുഴപ്പമില്ല. പിന്നെ 3 കുട്ടികൾ, അതിൽ 3 പെണ്ണായിരുന്നു. 2 എണ്ണം മരിച്ചുപോയി. ഒരെണ്ണത്തിനെ കഴിഞ്ഞ് നമ്മുടെ MP ഇലക്ഷന് പിന്നെ നോട്ടീസ് വരുതരണം കൊണ്ടുവന്ന ഏവനെ ഒരുത്തം പിടിച്ചുകൊണ്ട് പോയി. അത് നല്ലൊരു കുട്ടിയായിരുന്നു. എന്താ ഇപ്പം നമ്മുടെ അവിടെ ഇരുന്ന് തിന്നുന്നില്ലേ ബ്രൗണി, അവനെ പോലെ ഇരിക്കുമായിരുന്നു കാണാനായിട്ട്. അവൾക്ക് ഞാൻ റോമ എന്നാണ് പേരിട്ട്. അവൾ മരിച്ചുപോയി. പിന്നെ മരിച്ചവളുടെ പേര് ഒന്ന് പൊന്നി, ഒന്ന് കുഞ്ഞിപ്പെണ്ണും പൊന്നിപ്പെണ്ണും. കടന്നു പോയവന്മാരിൽ ഒരുത്തൻ സ്വീറ്റിയും ഒരുത്തൻ കടുവയായിരുന്നു. എനിക്ക് സങ്കടമുണ്ടോ അവന്മാരെന്തെങ്കിലും വരുമായിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിക്കും. ഇപ്പം കണ്ട തത്തമ്മ എല്ലാം നോക്കുകയാണ്. അതാണ് നമ്മുടെ പാപ. തത്തമ്മയുടെ ആദ്യത്തെ പ്രസവത്തിൽ 2 മക്കളിൽ ഒന്ന് കണ്ട് ഈ വെള്ളയും കറുപ്പും കുതിരയും. അവനാണ് ആദ്യമായിട്ടുള്ള കുട്ടി. അവൾ ആദ്യമായിട്ട് പ്രസവിച്ചാൽ 3ാമത്തെ കുട്ടിയാണ് വാവ. ഞാൻ ബൈ മിസ്റ്റേക്ക് ആദ്യം വാവയാണ് ഏറ്റവും കുഞ്ഞെന്ന് വിചാരിച്ചു പോയായിരുന്നു. അങ്ങനെയാണ് അവന് വാവയെന്നിട്ടത്. പിന്നെ ഒരു ദിവസം വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് കടുവയാണ് അവൾ 4ാമത് പ്രസവിച്ചത്. അവനും പോയി, 2ാമത്തെ സ്വീറ്റിയും പോയി. അതുകൊണ്ട് അവൻ ബ്രൗണി ഭയങ്കര അലമ്പനാണ്. ഇപ്പം മിക്കി കഴിക്കാൻ വന്നപ്പം തലയിലിട്ട് അടിച്ചു കൊടുത്ത്. തത്തമ്മ ഭയങ്കര സ്വീറ്റാണ് അവൾ. പിന്നെ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടേ കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ 4 പാത്രമാണ് ഞാനിപ്പം വെച്ചിരിക്കുന്നത് ഇവർക്ക് കൊടുക്കുക. ഇനി ഒരു പ്ലേറ്റും കൂടെ എടുക്കണം. അവരുടെ ഫ്രൈ പാൻ തന്നെയാണ് അവർക്ക് ആഹാരം വയ്ക്കുന്നത്. അതിലാണ് തത്തമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തത്തമ്മ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പ്രസവിക്കുന്ന ഒരിതാണെങ്കിൽ അവളിപ്പം പ്രഗ്നൻ്റ് ആകേണ്ടതാണ്. മറ്റേ കുട്ടികൾക്ക് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം കഴിഞ്ഞ്. ജൂൺ 20th പ്രസവിച്ചത്. എൻ്റെ മോൻ്റെ മൂത്ത മോളും ഒരു ജൂൺ 20th അവളുടെ ബർത്ത്ഡേ. അന്നാണ് ഇവളും പ്രസവിച്ചത്. ഞാനിപ്പോൾ തത്തമ്മയോട് പറഞ്ഞടി ഇനി പ്രസവിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അവൾക്ക് മനസ്സിലായെങ്കിൽ അവൾ ചിലപ്പം പ്രസവിക്കാതിരിക്കുമായിരിക്കും. ഏതായാലും ഇപ്പം അവൾ പ്രഗ്നൻ്റ് അല്ല. സാധാരണ ഉള്ളൊരു പ്രസവിച്ച 2 മാസം കഴിയുമ്പോഴല്ലേ 3 മാസം കഴിയുമ്പോൾ പ്രഗ്നൻ്റായി തുടങ്ങുന്നതാണ്. ഇപ്പം അങ്ങനെയില്ല. കാര്യം ബ്രൗണിൻ്റെ നേരെ മൂത്തതാണ് പിന്നെ മിക്കിയും ലിയോ പോളും. അവർക്കിപ്പോൾ 7 മാസമേ ആയുള്ളൂ. അപ്പം അവർക്ക് 4 മാസമായപ്പോൾ ഇവൾ പ്രസവിച്ചു. അതിൻ്റെ അർത്ഥം അവൾക്ക് 2 മാസമായപ്പോഴേ ഇവൾ പ്രഗ്നൻ്റ് ആയെന്നല്ലേ. തത്തമ്മ കഴിക്കേ. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ചോറ് ഇപ്പോൾ 2-3 പേരിപ്പോൾ തിരിച്ച് വരും, വീണ്ടും കഴിക്കും. അല്ലെങ്കിൽ ഇപ്പം വരാനുള്ളവർ ഒന്ന് കൊച്ചും ഒന്ന് സിംബയുമാണ്. അവർക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ എടുത്ത് അകത്ത് വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ തത്തമ്മ പെണ്ണിനെ ഒന്ന് കാണിക്കാം. തത്തമ്മ കുട്ടി, തത്തമ്മ നിൻ്റെ ഭംഗി എല്ലാവരും ഒന്ന് കാണിട്ടേ. നിൻ്റെ മുഖം കാണിട്ട് കള്ളി കണ്ട കുതിര മറ്റേ പ്ലേറ്റ് വന്ന് കഴിച്ച്.
അങ്ങനെ എല്ലാവർക്കും എൻ്റെ കുഞ്ഞന്മാരുടെ ആഹാരം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ